എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 23 24 വാക്യങ്ങൾ. മത്തായി 22 23 24 വാക്യങ്ങൾ. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഗുരോ, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരൻ്റെ സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ കൽപ്പിച്ചുവല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പല വിധത്തിലുള്ള പരീക്ഷണ ചോദ്യങ്ങൾ പരീശന്മാരും സദൂക്യരും കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം മുൻനിർത്തി അതിന് വിരുദ്ധമായി കർത്താവ് എന്തെങ്കിലും പറയുമോ എന്നതും, റോമൻ നിയമത്തെ മുൻനിർത്തി നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംസാരിക്കുമോ എന്നതൊക്കെയായിരുന്നു അവരുടെ പരീക്ഷണ തന്ത്രങ്ങളുടെ ഉദ്ദേശം. ഇവിടെ പറയുന്നത് പുനരുത്ഥാനത്തെ പറ്റി വലിയ വിശ്വാസമില്ലാത്ത സദൂക്യർ. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സദൂക്യരും പരീശന്മാരും അവരുടെ വിശ്വാസത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ പരീശന്മാർ ഒരു മതസംഘടനയായിരുന്നു. കർമ്മ ആചാര പ്രമാണങ്ങൾ അനുവദിക്കുന്ന ഒരു ഗവൺമെൻറ് അവർക്ക് ആവശ്യമായിരുന്നു. സദൂക്യർ കുറവായിരുന്നു, അവർ അംഗബലം കുറവായിരുന്നു, എന്നാൽ അവർ ധനികരായിരുന്നു. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ സദൂക്യ പക്ഷമാണ്. അവരുടെ സുഖ സൗകര്യാദികൾ നഷ്ടപ്പെടാതിരിക്കാനാണ് അവർ ഗവൺമെന്റിനെ അനുകൂലിച്ചിരുന്നത്. സദൂക്യ കുടുംബമായിരുന്നു ദേവാലയത്തിൽ വ്യാപാരം നടത്തി വന്നത്. അതായത് പൊൻവാണിഭവും അതുപോലെ ബലി കഴിക്കുന്നതിന്, യാഗങ്ങൾ കഴിക്കുന്നതിന് പക്ഷിമൃഗാദികളെ നൽകുന്നതുമൊക്കെ അവരുടെ ഒരു തന്ത്രമായിരുന്നു. അടുത്തത് പരീശന്മാർ തിരുവെഴുത്തും അതിനോട് ചേർന്ന പല വാചിക നിയമങ്ങളുമൊക്കെ അംഗീകരിച്ചിരുന്നു. സദൂക്യന്മാരെ പഴയ നിയമത്തിൽ ന്യായപ്രമാണം മാത്രം വിശ്വസിച്ചു. മറ്റൊന്നും എന്ന് പറഞ്ഞാൽ പ്രവാചക പുസ്തകങ്ങൾ പോലും അവർക്ക് അംഗീകാരമല്ലായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, പരീശന്മാർ പുനരുത്ഥാനം, ദൂതന്മാർ, ആത്മാവ് ഇവയിലൊക്കെ വിശ്വാസമുള്ളവരായിരുന്നു. സദൂക്യർ ഇവയൊന്നും വിശ്വസിച്ചു വന്നിരുന്നില്ല. നാലാമത്തെ കാര്യം, പരീശന്മാർ വിധിയിലും ദൈവമാണ് ജീവിത നിയന്ത്രിതാവെന്നൊക്കെ വിശ്വസിച്ചു. സദൂക്യർ അനിയന്ത്രിതമായ സ്വതന്ത്ര ഇച്ഛാശക്തികളിൽ വിശ്വസിച്ച് വന്ന ആളുകളാണ്. മറ്റൊരു വ്യത്യാസം, പരീശന്മാർ മശിഹായെ വിശ്വസിച്ച് കാത്തിരുന്നവരാണ്. സദൂക്യർ അവരുടെ ജീവിതചര്യകൾക്ക് തടസ്സം നേരിടും എന്നതിനാൽ മശിഹായിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ മശിഹ വന്ന ന്യായത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമെന്നും നീതിയോടെ പ്രവർത്തിക്കുമെന്നും ഒക്കെ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് മശിഹ പോലും വേണ്ട, അവരുടെ ജീവിത സുഖ സൗകര്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒന്നും വേണ്ട എന്ന് കരുതി വന്ന ഒരുതരം മരവിച്ച മനസ്സിൻ്റെ ഉടമകളായിരുന്നു സദൂക്യന്മാർ. എങ്കിലും ദേവാലയത്തിലെ ശുശ്രൂഷകൾ പുരോഹിതനും മഹാപുരോഹിതനും ഒക്കെ സദൂക്യപക്ഷമായിരുന്നു എന്നതാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. ഇവിടെ അവർ ചോദിക്കുന്ന ചോദ്യം, ഭാര്യ മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സംശയമാണ്. ഇവർ അന്നത്തെ യുക്തിവാദികളായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദേവര വിവാഹത്തെക്കുറിച്ചായിരുന്നു ചോദ്യം. ദേവര വിവാഹം അല്ലെങ്കിൽ ദേവര ധർമ്മം, അത് ആവർത്തന പുസ്തകം 25 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദേവരൻ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അനുജനാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, വിവാഹം കഴിക്കാമോ എന്നതാണ് ചോദ്യം. ഒരുവൻ വിവാഹം ചെയ്ത ശേഷം മക്കളില്ലാതെ മരിച്ചാൽ അയാളുടെ ജ്യേഷ്ഠൻ്റെ വിധവയെ സ്വീകരിച്ച്
മക്കളെ ജനിപ്പിക്കണമെന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ നിയമമനുസരിച്ച് ജനിക്കുന്ന ആദ്യജാതനെ മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകനായിട്ടാണ് പരിഗണിക്കേണ്ടത്. എബ്രായ ഇതര ജാതികളിലും ഇത് അന്ന് നടപ്പുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണാം. ഓനാന്റെ നുകം ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കരുത് എന്നായിരുന്നു. ഈ നിയമത്തിൽ നിന്നും ഒഴിഞ്ഞാൽ ചെരുപ്പഴിഞ്ഞവൻ എന്ന ചീത്തപ്പേര് ലഭിക്കും. അടുത്ത ചാർച്ചക്കാരനും ഇതാകാം. പുനരുത്ഥാന വിശ്വാസം വിഡ്ഢിത്തമാണെന്ന് തെളിയിക്കുക മാത്രമേ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പുനരുത്ഥാനത്തിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. പുനരുത്ഥാനം വിശ്വസിക്കുന്ന ആളുകൾ, പരീശന്മാരാവട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, അവരുടെ വിശ്വാസം തെറ്റാണ് എന്ന് വാദിക്കാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ച ഒരു കുടുക്ക് ചോദ്യമായിരുന്നു. അല്ലാതെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടൊന്നും ചോദിച്ച ചോദ്യമായിരുന്നില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി കാണരുത്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുകയും ദൈവികമായ പ്രമാണങ്ങളെ വിശ്വസിക്കാനും അനുസരിക്കാനും ദൈവിക കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ ജീവിക്കാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. സദൂക്യന്മാരെ പോലെ നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി ദൈവികതയെ മാറ്റി നിർത്താനും പ്രമാണങ്ങളെ അകറ്റി നിർത്താനും ശ്രമിച്ചാൽ അത് ജീവിതത്തിൽ വലിയ പാളിച്ചയാണ്, വലിയ അപകടത്തിന് കാരണമാകും എന്നത് കാലം തെളിയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവിക പ്രമാണങ്ങൾക്ക് വിധേയപ്പെടാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവെ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ചോദ്യം ചെയ്യാതെ അങ്ങേ വിശ്വസിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പച്ചയായ മനസ്സോടെ ദൈവത്തോട് സമീപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ദൈവത്തെ മുൻനിർത്തി ദൈവിക പ്രമാണങ്ങളെ മുൻനിർത്തി ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ചെറുതും വലുതുമായ ഞങ്ങളുടെ ആവശ്യങ്ങളിലും തിരുകൃപ കൂടെ ഇരുന്ന് കാത്തുകൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.